ഹായ് ഫ്രണ്ട്സ്, ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ ഭയങ്കര സന്തോഷത്തോടു കൂടിയാണ് ഇന്ന് ഈ വീഡിയോ ഞാൻ എടുക്കുന്നത് തന്നെ. കാരണം എന്ന് വെച്ചാൽ ഇപ്പം കഴിഞ്ഞ മുന്നേ ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു, കുറച്ച് മിസ്റ്റേക്കുകൾ തിരുത്തിയാൽ നല്ലോണം ഡ്രൈവ് ചെയ്യാൻ പറ്റുമെന്നും പറഞ്ഞിട്ട്. അപ്പം അതിൻ്റെ ഒരു പിൻഡ് കമൻറ്റിൽ വന്ന റെസ്പോൺസസ് എന്ന് പറയുന്നതുണ്ടല്ലോ, ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യാത്ത രീതിയിലുള്ളതാണ്. ഏകദേശം 100-ൽ പരം കമൻറ്റുകളാണ് അതിനകത്ത് വന്നത്. നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾ പലരും അതിനകത്ത് ചോദിച്ചിട്ടുണ്ട്. കുറേയൊക്കെ ഞാൻ അതിൽ തന്നെ കമൻ്റായിട്ട് ചെയ്തു. പിന്നെ ചെറിയ നെക്സ്റ്റ് വീഡിയോ ചെയ്യുമോ എന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ട്. അപ്പം ആ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ആ കമൻറ്റുകൾ വായിച്ചാൽ അറിയാം, അത്രത്തോളം ലെങ്തി ആയിട്ടുള്ള കമൻറ്റുകളും സംശയങ്ങളും ഒക്കെയാണ് നിങ്ങൾ ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതിനെല്ലാം വീഡിയോ ഓരോന്നായിട്ട് ചെയ്യാന്ന് വെച്ചൊരു വലിയ സീരീസ് നമുക്ക് ചെയ്യേണ്ടി വരും. എങ്കിലും എനിക്ക് പറ്റുന്ന രീതിയിൽ ഓരോന്നും നിങ്ങൾക്ക് മനസ്സിലാവത്തക്ക രീതിയിൽ ചെയ്യണമെന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം അത്രയെങ്കിലും ഞാൻ ചെയ്യണ്ടേ, കാരണം നിങ്ങൾ അത്രയും നല്ല രീതിയിലുള്ള റെസ്പോൺസ് ആണ് അതിന് ഇട്ടിരിക്കുന്നത്. അപ്പം ഈ കമൻറ്റുകളൊക്കെ ഞാനൊന്ന് ഓടിച്ച് നോക്കിയപ്പോഴുണ്ടല്ലോ, അതിനകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിച്ചിരിക്കുന്ന 1, 2, 3 സബ്ജക്റ്റുകളാണ്. ഒന്ന് പാർക്കിങ്, പിന്നൊന്ന് ക്ലച്ച് കൺട്രോള്, സ്റ്റിയറിംഗ് കൺട്രോള്, പിന്നെ അങ്ങനെ കുറേ കോമൺ ആയിട്ട് വീഡിയോ ചെയ്യൂന്ന് പറഞ്ഞിട്ട് ഇട്ടിട്ടുള്ള കുറേ കമൻസ് ഉണ്ട്. പിന്നെ 1, 2 പേര് ചോദിച്ചിട്ടുണ്ട്, ചെറിയ വണ്ടിയിൽ നിന്ന് വലിയ വണ്ടിയിലോട്ട് മാറിയപ്പോൾ എനിക്കുണ്ടായ ഫീലിംഗ് അല്ലെങ്കിൽ പേടി എങ്ങനെ ഞാൻ തരണം ചെയ്തു, അങ്ങനെ കുറേ. പിന്നെ ചിലരുടെ അനുഭവങ്ങളുണ്ട്, അത് അതിലും നമുക്ക് വായിക്കുമ്പോൾ തന്നെ. കാരണം എൻ്റെ ആ ഒരു വീഡിയോയെ അത്രയും സീരിയസ് ആയിട്ട് നിങ്ങൾ കാണുന്നതുകൊണ്ടാണ് ഇത്രയും വലിയ കമൻറ്റ്, ലെങ്തി കമൻസ് ഒക്കെ നിങ്ങൾ ഇടുന്നത് തന്നെ കേട്ടോ. ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ഞാൻ എൻ്റെ വിശ്രമവേളകളാണ് ഞാനിങ്ങനെ ചെയ്യാറുള്ളത്. ആ ചെയ്യുന്നത് കൊണ്ട് ഒരാൾക്കെങ്കിലും പ്രയോജനമാവുന്നു എന്ന് കാണുമ്പോൾ ഉണ്ടല്ലോ, നമുക്ക് ഭയങ്കര സന്തോഷം. വീണ്ടും വീണ്ടും വീഡിയോ ചെയ്യാൻ തോന്നാറുണ്ട്. പിന്നെ നിങ്ങൾ പലരും പറഞ്ഞിട്ടുണ്ട് ബെയർ ഫൂട്ടിൽ വീഡിയോ ചെയ്യണമെന്നുള്ളത്. അപ്പോൾ അതിനുള്ള പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം, ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് ഓട്ടോമാറ്റിക് വണ്ടിയാണ്. ഞാൻ നേരത്തെ ഇതിന് മുന്നേ വരെ എനിക്ക് മാനുവൽ വണ്ടി തന്നെ ആയിരുന്നു. ഞാൻ 2 വണ്ടി ഓടിക്കാറുണ്ട്. അപ്പം മാനുവൽ വണ്ടിയിൽ നിന്ന് എടുക്കുമ്പോൾ മാത്രമേ എനിക്ക് ബെയർ ഫൂട്ട് കാണിച്ചിട്ട്, അല്ലെങ്കിൽ ഞാൻ സത്യത്തിൽ ചപ്പൽ യൂസ് ചെയ്തിട്ടാണ് അല്ലെങ്കിൽ ഷൂ ഇട്ടുകൊണ്ടാണ് മിക്കവാറും വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ട് അത് ബെയർ ഫൂട്ടിൽ എടുക്കേണ്ടിയും വരും. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകം പ്രിപ്പയർ ചെയ്ത് അതിൻ്റെ ക്യാമറ ഷോട്ട് എടുത്തിട്ട് വേണം അങ്ങനെ അപ്ലോഡ് ചെയ്യാൻ. ഈ കമൻറ്റുകളിലൂടെ ഒക്കെ ഓടിച്ചു പോയപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് പാർക്കിംഗ്. എനിക്കറിയാം, ഒരു പക്ഷേ പാർക്കിങ്ങിൻ്റെ ഭയമാണ് നിങ്ങൾ പലരും വണ്ടി എടുക്കാൻ മടിക്കുന്നത് തന്നെ. അപ്പം ഇത് എങ്ങനെ മാറാം എന്നാണ് ഇന്ന് നമ്മളിപ്പോൾ തുടങ്ങുന്നത്. അത് തന്നെയല്ല, ഇത് നിങ്ങളോടുള്ള ഒരു സജഷൻ കൂടിയാണ്. കാരണം പാർക്കിങ്ങുകൾ പലതരത്തിലുണ്ട്. ഇപ്പം നമുക്ക് ഒരു റോഡിൽ നേരെ പോയി സ്ട്രെയിറ്റ് ആയിട്ട് പാർക്ക് ചെയ്യാം, റോഡിൻ്റെ സൈഡിലായിട്ട്. പാരലൽ പാർക്കിംഗ് ഉണ്ട്, സ്ട്രെയിറ്റ് പാർക്കിംഗ് ഉണ്ട്, റിവേഴ്സ് പാർക്കിംഗ് ഉണ്ട്, ആംഗിൾ പാർക്കിംഗ് ഉണ്ട്. അപ്പം മാളുകളിലൊക്കെ പോയാൽ കൂടുതലും ആംഗിൾ പാർക്കിംഗ് ആണ് നടക്കുന്നത്. അപ്പോൾ പലതരം പാർക്കിങ്ങുകളുണ്ട്. അപ്പോൾ ഇതിൻ്റെ 1, 2 രീതിയിലൊക്കെ നിങ്ങൾ പതുക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള പാർക്കിങ്ങും സുഖമായിട്ട് ചെയ്യാൻ പറ്റും. അപ്പം ഇത് ചെയ്യാൻ വേണ്ടി ഈ പാർക്കിങ്ങിൻ്റെ ഒരു ബേസിക്കാണ് ഇന്ന് ഞാൻ പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ഈ വീഡിയോയുടെ അവസാനം ഞാൻ നിങ്ങൾക്ക് ഒരു സജഷനും തരുന്നുണ്ട്. എന്നിട്ട് നിങ്ങൾ പറയുന്നത് പോലെ നെക്സ്റ്റ് വീഡിയോ ഞാൻ ചെയ്യും. അപ്പോൾ ഈ പാർക്കിങ് നിങ്ങൾ എല്ലാവർക്കും പാർക്ക് ചെയ്യാൻ പറ്റും. അതിന് പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ട 3 കാര്യങ്ങളാണ്. ഒന്ന് നമ്മുടെ ജഡ്ജ്മെൻ്റ് ആണ്, പിന്നൊന്ന് സ്ലോ കൺട്രോളാണ്, പിന്നെ നമ്മുടെ പേഷ്യൻസ്. ഇത് 3ഉം നിങ്ങൾക്ക് കൃത്യമായി വരികയാണെങ്കിൽ, അല്ലെങ്കിൽ കൃത്യമായി വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ, നമുക്ക് ഈ വണ്ടി എവിടെ വേണമെങ്കിലും കൊണ്ടുവന്ന് പാർക്ക് ചെയ്യാം. എന്ന് വെച്ചാൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കേസ് എന്ന് വെച്ചാൽ, ഒരിക്കലും നല്ല സ്പീഡിൽ പോയി നിങ്ങൾ പാർക്ക് ചെയ്യാൻ ശ്രമിക്കരുത്. നല്ല സ്പീഡിലെന്നല്ല, സ്പീഡേ പാടില്ല. ഏറ്റവും സ്പീഡ് കുറച്ച് മാത്രമേ നമ്മളൊരു വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാവുള്ളൂ. നമ്മുടെ വണ്ടിയുടെ വലിപ്പം നമ്മുടെ മനസ്സിലുണ്ടല്ലോ. അപ്പം ആ വണ്ടിയുടെ വലിപ്പത്തിനെക്കാട്ടിൽ ഏകദേശം 1.5 ഇരട്ടിയെങ്കിലും സ്പേസ് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു വണ്ടി നമുക്ക് റോഡിൽ ഇങ്ങനെ പാരലായിട്ട് കൊണ്ടുപോയി പാർക്ക് ചെയ്യാൻ പറ്റൂ. അപ്പം അത് ശ്രദ്ധിക്കണം. എപ്പോഴും പാർക്കിങ് ശ്രദ്ധിക്കേണ്ട ഒരു കേസ് അതാണ് ഞാൻ ജഡ്ജ്മെന്റ് എന്ന് പറഞ്ഞത്. കാരണം നമ്മുടെ ഒരു ജഡ്ജ്മെന്റ് ആണത്. ഈ സ്ഥലത്ത് നമ്മുടെ വണ്ടി സുഖമായിട്ട് കയറി പാർക്ക് ചെയ്യുമോ എന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ പറയുന്നത്, അപ്പം ഞാൻ പഠിച്ചത്, ഞാൻ ഈ വീഡിയോകളെല്ലാം പറയുന്നത് അങ്ങനെ തന്നെ, ഞാൻ ചെയ്യുന്നതാണ്. അപ്പം എന്ന് വെച്ചാൽ നിങ്ങളൊരു ഗ്രൗണ്ടിൽ കൊണ്ടുപോയിട്ടിട്ട് വെറുതെ റിവേഴ്സ് ഗിയർ ഇട്ടിട്ട് വണ്ടി ഇങ്ങനെ ലെഫ്റ്റിലോട്ട് തിരിച്ചിട്ട് പതുക്കെ ഫസ്റ്റ്
ക്ലച്ചിന്ന് ചെറുതായിട്ട് കാലെടുക്കുമ്പോൾ തന്നെ വണ്ടി പുറകോട്ട് പോകുന്നതാണ്. അപ്പം ഏത് സൈഡിലോട്ടാണ് പോകുന്നത്, അത് എത്രത്തോളം ദൂരത്തിൽ പോകുന്നുണ്ട്, എങ്ങനെയാണ് അതിൻ്റെ സ്പീഡ് മൂവ്മെൻറ്റ്, ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പം ആദ്യം നിങ്ങൾ പ്ലെയിൻ ആയിട്ടുള്ള ഒരു സ്ഥലത്തിൽ അല്ലെ ഇതുപോലുള്ള ഗ്രൗണ്ടിൽ ഒന്ന് റിവേഴ്സ് ഇട്ട് പതുക്കെ സ്പീഡ് കുറച്ചൊന്ന് ചെയ്ത് നോക്കുക. അപ്പം നമുക്ക് ഒരു ഐഡിയ കിട്ടും ഇതിനെക്കുറിച്ച്. എന്നിട്ട് കുറച്ചുകൂടെ ആൾ കുറഞ്ഞെടുത്ത് നമ്മളിത് ചെയ്യാൻ നോക്കുക. ഇതൊക്കെ അങ്ങനെ ശീലിച്ചെങ്കിൽ മാത്രമേ, പ്രാക്ടീസാണ്. ഏത് വണ്ടി ഓടിക്കാൻ പ്രാക്ടീസ് എന്ന് പറയുന്ന പോലെ തന്നെയാണ് പാർക്കിങ്ങിൻ്റെയും പ്രാക്ടീസ് തന്നെ വേണം. എങ്കിലേ നമുക്കിത് സ്മൂത്ത് ആയിട്ട് ചെയ്യാൻ പറ്റൂ. അപ്പം ഞാൻ ഈ പറഞ്ഞല്ലേ, ഇത് ഈ തിയറി പോലെ ഇങ്ങനെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് കാര്യമില്ല. പ്രാക്ടിക്കലായിട്ട് കണ്ടെങ്കിൽ മാത്രമേ, അല്ലെ പ്രാക്ടിക്കലായിട്ട് അത് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാക്കാൻ പറ്റും. അപ്പം ഇന്നത്തെ ഈ വീഡിയോ കൊണ്ട് ഞാനൊരു ഇൻട്രോ പോലെ മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. കാരണം ഞാൻ ഈ പാർക്കിങ്ങിനെ കുറിച്ച് നിലവിൽ എനിക്ക് തോന്നുന്നു ഒരു 3 വീഡിയോ എങ്കിലും ഞാൻ ചെയ്തിട്ടുണ്ട്. റിവേഴ്സ് പാർക്കിംഗ് ഒരു മാളിൽ ചെയ്തത്, പെർപെൻഡിക്കുലർ പാരലൽ പാർക്കിങ് ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ കുറച്ചുപേരൊക്കെ അത് കണ്ടു കാണും. അതോ ഇനി കമന്റ് ഇട്ടവരത് കാണാത്തവരാണോ, ഇതൊന്നും എനിക്ക് അറിയില്ല. അപ്പം ഞാൻ ഇന്ന് ഈ വീഡിയോയുടെ കൂടെ അത് പിൻ ചെയ്ത് അല്ലെ ഡിസ്ക്രിപ്ഷനകത്ത് ആഡ് ചെയ്യുമോ, എന്താന്ന് വെച്ചാൽ ചെയ്യാം. എന്നിട്ട് നിങ്ങളത് കണ്ടു നോക്കുക. അത് മതി എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ബാക്കിയുള്ള സബ്ജക്റ്റുകൾ, ക്ലച്ച് കൺട്രോൾ അല്ലെ ബാക്കി ഉള്ള സബ്ജക്റ്റുകളിലോട്ട് നമുക്ക് മൂവ് ചെയ്ത് വേറെ വീഡിയോ ചെയ്യാം. അതല്ല, പാർക്കിങ്ങിനെ കുറിച്ച് ഒരു ഫുൾ വീഡിയോസ് സീരീസ് പോലാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ചെയ്യാം. ഇന്നിപ്പോൾ ഫസ്റ്റ് വൺ റിവേഴ്സ് പാർക്കിങ്, പിന്നെ പാരലൽ പാർക്കിങ് അല്ലെ പെർപെൻഡിക്കുലർ പാർക്കിങ്, ആംഗിൾ പാർക്കിങ്, ഇങ്ങനെ ഓരോ തരം പാർക്കിങ് പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3, പാർട്ട് 4 ആയിട്ട് വേണമെങ്കിൽ ഞാൻ ചെയ്തിടാം. അതിനകത്ത് പറ്റുന്നെങ്കിൽ ഈ പറഞ്ഞ ബെയർ ഫുട്ട് കൂടെ ആഡ് ചെയ്ത് ചെയ്യുന്ന രീതിയിൽ ചെയ്യാം. അപ്പം അങ്ങനെ വേണോ എന്നുള്ളത് നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക. അങ്ങനത്തെ വീഡിയോ വേണോ, അതോ നമ്മുടെ ബാക്കിയുള്ള നിങ്ങളുടെ കോമൺ ഡൗട്ട്സ് ക്ലിയർ ചെയ്തുകൊണ്ടുള്ള ബാക്കി വീഡിയോസ് ഇട്ടാൽ മതിയോ എന്നുള്ളത് നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക. അതനുസരിച്ചിട്ട് ഞാൻ നെക്സ്റ്റ് അതൊരു സീരീസ് ആയിട്ട് ഇടാം. ഞാനിപ്പോൾ ബേസിക്കലി പറഞ്ഞത് പാർക്കിങ്ങിനെ കുറിച്ചുള്ള 3 ബേസിക് കാര്യങ്ങളാണ്. പാർക്കിങ്ങിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, പാർക്കിങ്ങിലല്ല, അത് ഡ്രൈവിങ്ങിലായാലും ഞാൻ ഒത്തിരി പേര് പഠിക്കുന്നവരിൽ ശ്രദ്ധിച്ചതാണ്. നമ്മളിപ്പം റൈറ്റിലോട്ട് സ്റ്റിയറിംഗ് തിരിച്ചിട്ട് പെട്ടെന്ന് നമ്മൾ ലെഫ്റ്റിലോട്ട് തിരിക്കാൻ ചിലർ മറക്കേണ്ടത്, നമ്മൾ റൈറ്റിലോട്ട് ഒന്ന് മൂവ് ചെയ്താൽ അതേപോലെ കറക്റ്റ് ആംഗിളിൽ തിരിച്ച് ലെഫ്റ്റിലോട്ട് കൊണ്ടുവരാൻ നമുക്ക് പറ്റണം. പാർക്കിങ്ങിനെ പേടിക്കല്ല വേണ്ടത്. നമുക്ക് ഒരു കാര്യത്തെയും പേടിച്ചാൽ നമുക്ക് ജീവിതത്തിൽ ഒന്നും നേടാൻ പറ്റത്തില്ല. അപ്പൊ അതിനെ നമ്മൾ പൊരുതി നേടുക എന്ന് കേട്ടിട്ടില്ലേ, അതേപോലെ 2 വട്ടം നിങ്ങൾ ഒന്ന് ശ്രമിച്ചു നോക്കിക്കേ, 3ാമത്തെ വട്ടം നമുക്കിത് എന്തായാലും പറ്റും. ഇത് ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്. നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ ഏത് കാര്യവും നേടിയെടുക്കാൻ പറ്റൂ. ഇതും അത് തന്നെയാണ്. അപ്പം പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, സ്ലോയിലായിരിക്കണം നിങ്ങൾ പാർക്ക് ചെയ്യേണ്ടത്. പാർക്ക് ചെയ്ത റൈറ്റിലോട്ട് ഒന്ന് സ്റ്റിയറിംഗ് തിരിച്ച് വീണ്ടും ലെഫ്റ്റിലോട്ട് കൊണ്ടുവരാൻ നിങ്ങൾ ശ്രമിക്കണം. പിന്നെ നമ്മുടെ സ്പീഡ് കൺട്രോൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ നമ്മൾ കുറച്ച് സമാധാനമായിട്ട് എന്നെക്കൊണ്ട് ഇത് പറ്റും എന്ന് വിചാരിക്കുക. ഏത് കാര്യമായാലും, ഡ്രൈവിംഗ് ആയാലും പാർക്കിംഗ് ആയാലും ക്ലച്ച് കൺട്രോൾ, ഹാഫ് ക്ലച്ച് ആയാലും, ഏത് സാധനം ആയാലും നമ്മളെ കൊണ്ട് പറ്റുമെന്ന് നമ്മൾ തന്നെ ചിന്തിച്ച് മുന്നോട്ട് പോകണം. അല്ലാതെ നമുക്ക് ഒരു കാര്യവും ചെയ്യാൻ പറ്റത്തില്ല. ആദ്യം നമ്മൾ തന്നെ വിശ്വസിക്കണമെന്നേ. അപ്പൊ അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് ഇത് സുഖമായിട്ട് പറ്റും. എന്നിട്ട് ഇനി എനിക്ക് പറയാനുള്ള ഇതാണ്, ഇനി നിങ്ങളുടെ കമന്റ് പോലെ ആയിരിക്കും ഞാൻ അടുത്ത വീഡിയോ ചെയ്യുന്നത്. ഏത് വേണം എന്നുള്ളത്, ഈ പാർക്കിങ്ങിന്റെ സീരീസ് ആയിട്ട് വേണോ, അതോ ഞാൻ ഇപ്പൊ ഈ ഓൾറെഡി ഇട്ട വീഡിയോസ് തന്നെ മതിയോ എന്നുള്ളത് നിങ്ങൾ പറയണം. അതനുസരിച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. അപ്പം വീണ്ടും നിങ്ങളുടെ പറച്ചിലിനനുസരിച്ചിട്ടുള്ള ബാക്കി വീഡിയോകളുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. ഓക്കെ, ബൈ.